ഓം ശാന്തി 17/6/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, തൻ്റെ മംഗളം ചെയ്യണമെങ്കിൽ എല്ലാ പ്രകാരത്തിലുമുള്ള കരുതൽ വയ്ക്കൂ. പുഷ്പമാകുന്നതിന് പവിത്രരുടെ കൈകൊണ്ടുള്ള ശുദ്ധ ഭോജനം കഴിക്കൂ. നമ്മൾ ആത്മാക്കളുടെ 7 തനതായ സംസ്കാരങ്ങളിൽ ഒന്നാണ് പവിത്രത. പവിത്രതയെ തന്നെയാണ് സുഖശാന്തിയുടെ ജനനി എന്നും പറയുന്നത്. ജീവിതത്തിൽ സുഖവും ശാന്തിയും ആനന്ദവും സ്നേഹവും എല്ലാം വേണമെങ്കിൽ നമ്മളിൽ പവിത്രത വേണം. എന്നാൽ മാത്രമേ തൻ്റെ മംഗളം ചെയ്യാൻ സാധിക്കുള്ളൂ. തൻ്റെ മംഗളം ചെയ്യുക എന്നുദ്ദേശിക്കുന്നത് നാം നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് തിരിച്ചു പോകുക എന്നതാണ്. എല്ലാ ആത്മാക്കൾക്കും തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക്, ആത്മസ്വരൂപത്തിലേക്ക് തിരിച്ചു പോവുക തന്നെ വേണം. അതിൽ നാം സ്വമേധയാ പോവുകയാണെങ്കിൽ വളരെ വളരെ നല്ലതാണ്. പദവിയും ഉയർന്നത് ലഭിക്കും, സ്ഥാനവും ഉയർന്നതായിരിക്കും. അതിനായി പവിത്രത ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനാൽ ബാബ പറയുന്നു, എല്ലാ തരത്തിലുമുള്ള കരുതൽ വേണം. നാം ദേവതയാകാനായി പുരുഷാർത്ഥം ചെയ്യുന്നവരാണ്. അതിനാൽ നാം പവിത്രരുടെ കൈകൊണ്ടുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. അതിൽ നാം വളരെ ശ്രദ്ധിക്കണം. ചോദ്യം: നിങ്ങൾ കുട്ടികളിപ്പോൾ ഏത് പ്രാക്ടീസാണ് ചെയ്യുന്നത്? അത് 21 ജന്മം വരെ ഉണ്ടായിരിക്കും. ഉത്തരം: സദാ ശരീരം മനസ്സുകൊണ്ട് ആരോഗ്യവാനായി ഇരിക്കുന്നതിൻ്റെ പ്രാക്ടീസ് നിങ്ങൾ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ദതീജി ഋഷിയെപ്പോലെ യജ്ഞസേവനത്തിൽ അസ്ഥികളും നൽകണം. എന്നാൽ ഹഠയോഗത്തിൻ്റെ ഒരു കാര്യവുമില്ല. തൻ്റെ ശരീരം ദുർബലമാക്കരുത്. നിങ്ങൾ യോഗത്തിലൂടെ 21 ജന്മങ്ങളിലേക്ക് ആരോഗ്യവാനാകുന്നു. അതിൻ്റെ പ്രാക്ടീസ് ഇവിടുന്ന് ചെയ്യുന്നു. ഈ സംഗമയുഗത്തിൽ നാം എന്ത് പുരുഷാർത്ഥം ചെയ്യുന്നുവോ അതിൻ്റെ ഫലം വരാൻ പോകുന്ന 21 ജന്മത്തേക്ക് ലഭിക്കുന്നു. ഈ സമയം പ്രത്യേകിച്ച് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആരോഗ്യവാനായി ഇരിക്കുന്നതിനുള്ള പ്രാക്ടീസാണ് ചെയ്യുന്നത്. ശരീരം കൊണ്ട് ആരോഗ്യവാനായി ഇരിക്കുന്നതിന് നാം യജ്ഞസേവനം ചെയ്യുന്നു. ഈ യജ്ഞം സംഗമയുഗത്തിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഈ യജ്ഞത്തിൽ നാം എത്ര നമ്മുടെ ശരീരം ഉപയോഗിക്കുന്നുവോ അത്രയും സ്വർണ്ണ ശരീരമാകുന്നു. അതായത് വരാൻ പോകുന്ന സത്യത്രേതായുഗങ്ങളിൽ നമ്മൾക്ക് ഏറ്റവും മികച്ച സതോപ്രധാനമായ ശരീരം ലഭിക്കുന്നു. അതിനായി നാം ഇവിടെ ദതീജി ഋഷിയെപ്പോലെ അസ്ഥികൾ വരെയും സേവനത്തിനായി കൊടുക്കുന്നു. ഇതിൽ ഹഠയോഗത്തിൻ്റെ ഒരു കാര്യവുമില്ല. നാം സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ഹൃദയപൂർവ്വം യജ്ഞസേവനം ചെയ്യുന്നു. എന്നാൽ ശരീരത്തെ ദുർബലമാക്കുന്നില്ല. ഈ ശരീരത്തെ വിഷമിപ്പിക്കുന്നുമില്ല. അതുപോലെ തന്നെ യോഗം ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സ് ആരോഗ്യവാനായി തീരുന്നു. ഈ യോഗത്തിലൂടെ നമ്മളുടെ വികർമ്മം നശിക്കുന്നു, പദവി ഉയർന്നത് ലഭിക്കുന്നു. വരാൻ പോകുന്ന 21 ജന്മവും നമ്മുടെ മനസ്സ് വളരെ ശ്രേഷ്ഠമായിരിക്കും. ഇപ്രകാരം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിനായുള്ള പ്രാക്ടീസാണ് ഇവിടെ നാം ചെയ്യുന്നത്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. അന്തർമുഖിയായി സ്വയം തന്നോട് സംസാരിക്കണം. നാം ദേവതയാകാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചലനം എങ്ങനെയായിരിക്കണം? ഒരു അശുദ്ധമായ ആഹാരപാനീയവും ഗ്രഹിക്കുന്നില്ലല്ലോ. 2. തൻ്റെ ഭാവി 21 ജന്മങ്ങളിലേക്ക് ഉയർന്നതാക്കുന്നതിന് കുചേലനെ പോലെ എല്ലാം ഭോലാനാഥനായ ബാബയ്ക്ക് അർപ്പിക്കൂ. പഠിത്തത്തിനായി ഒരു ഒഴിവുകഴിവും പറയരുത്. ആദ്യത്തെ പോയിന്റിൽ ബാബു പറയുന്നു,
നാം അന്തർമുഖിയായി നമ്മളെ തന്നെ ചെക്ക് ചെയ്യണം. നമ്മുടെ ചലനം എങ്ങനെയാണ്? നമ്മുടെ ആഹാര രീതി എങ്ങനെയാണ്? നമ്മുടെ ചിന്താഗതി എങ്ങനെയാണ്? നാം ദേവീ ദേവത ആകാൻ പോവുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ആഹാര രീതിയും ആചാര വിചാരവും ആണോ? ഇത് ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മുടെ ഭാവി ഏറ്റവും സർവശ്രേഷ്ഠമാക്കുന്നതിന് കുചേലൻ്റെ കഥയിൽ പറയുന്നത് പോലെ നമ്മളുടെ അടുക്കൽ എന്തുണ്ടോ അത് ഭോലാനാഥനായ ബാബയ്ക്ക് നൽകണം. ഭോലാനാഥനായ ബാബ നമ്മളിൽ നിന്ന് ആക്രി എടുത്തിട്ട് നമ്മൾക്ക് സ്വർണവും വജ്രവും വൈഡൂര്യവും നിറഞ്ഞ ലോകമാണ് തരുന്നത്. അതിനോടൊപ്പം ബാബ ഓർമ്മിപ്പിക്കുന്നു, ഒരിക്കലും പഠിത്തത്തിൽ ഒഴിവ് കഴിവ് പറയരുത്. തീർച്ചയായും പഠിത്തത്തിൽ ശ്രദ്ധിക്കണം. വരദാനം: ആദി അനാദി സ്വരൂപത്തിൻ്റെ സ്മൃതിയിലൂടെ തൻ്റെ നിജ സ്വധർമ്മം സ്വന്തമാക്കുന്ന പവിത്രവും യോഗിയുമായി ഭവിക്കട്ടെ. ബ്രാഹ്മണരുടെ യഥാർത്ഥ സ്വധർമ്മം പവിത്രതയാണ്. അപവിത്രത പരധർമ്മമാണ്. ഏത് പവിത്രതയെ സ്വന്തമാക്കാനാണോ ആളുകൾ ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കുന്നത്, അത് താങ്കൾ കുട്ടികൾക്ക് അതിസഹജമാണ്. കാരണം ഓർമ്മ വന്നിട്ടുണ്ട്, നമ്മുടെ വാസ്തവിക ആത്മസ്വരൂപം സദാ പവിത്രമാണ്. അനാദി സ്വരൂപത്തിൽ പവിത്രാത്മാവാണ്. ആദി സ്വരൂപത്തിൽ പവിത്ര ദേവതയാണ്. ഇപ്പോഴത്തെ അന്തിമ ജന്മത്തിലും പവിത്ര ബ്രാഹ്മണ ജീവിതമാണ്. ഇതിനാൽ പവിത്രത തന്നെയാണ് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ പേഴ്സണാലിറ്റി. ആര് പവിത്രമാണോ അവർ തന്നെയാണ് യോഗി. ബ്രാഹ്മണരുടെ തനതായ സ്വധർമ്മമാണ് പവിത്രത. അപവിത്രത നമ്മുടേതല്ല. അത് രാവണൻ്റെ ധർമ്മമാണ്, പരധർമ്മമാണ്. ലോകത്തിൽ മനുഷ്യർക്ക് പവിത്രത സ്വന്തമാക്കുക എന്നത് ബുദ്ധിമുട്ടാണ്, അത് സാധ്യമല്ല, അസംഭവ്യമാണ് എന്ന് പറയുന്നു. എന്നാൽ നമ്മൾ കുട്ടികൾക്കത് എളുപ്പമാണ്. കാരണം നമ്മുടെ യഥാർത്ഥ ആത്മസ്വരൂപമെന്നത് പവിത്രമാണ് എന്നത് നമ്മൾക്ക് ഓർമ്മ വന്നു. അനാദി സ്വരൂപത്തിൽ പവിത്രാത്മാവാണ്. ആദി സ്വരൂപത്തിൽ ദേവാത്മാവാണ്. ഈ അന്തിമ ജന്മത്തിലാണെങ്കിൽ പവിത്ര ബ്രാഹ്മണ ജീവിതമാണ്. ഈ പവിത്രത തന്നെയാണ് നമ്മൾ ബ്രാഹ്മണാത്മാക്കളുടെ വ്യക്തിത്വം. എപ്പോഴാണോ നാം പവിത്രമാകുന്നത് അപ്പോഴേ യോഗിയാകുന്നുള്ളൂ. സ്ലോഗൻ: സഹജയോഗി എന്ന് പറഞ്ഞ് അശ്രദ്ധ കൊണ്ടുവരരുത്, ശക്തിരൂപരാകണം. സഹജയോഗി എന്ന് പറഞ്ഞ് നാം നമ്മുടെ നിയമങ്ങളിലോ അല്ലെങ്കിൽ മര്യാദകളിലോ പെരുമാറ്റത്തിലോ അശ്രദ്ധ കൊണ്ടുവരരുത്. പകരം ശക്തിരൂപരാകണം. ഓം ശാന്തി.